ആകാശവാണി കവരത്തി. ആകാശവാണി കവരത്തിയുടെ ഇമ്മിണി ബെല്ല ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ഓരോ ആഴ്ചയും വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിക്കുന്ന കുഞ്ഞു മിടുക്കരുമായി സംസാരിക്കാറുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം യൂട്യൂബ് വീഡിയോകളിലൂടെ നിരവധി കുട്ടികളുടെ ഹൃദയം കീഴടക്കിയ ഒരു കുഞ്ഞു യൂട്യൂബർ എത്തിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രിയ അതിഥിയെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യാം. താങ്ക് യു. പേരെന്താ മോൻ്റെ? മുഹമ്മദ് അസ്വാൻ അലി. മുഹമ്മദ് അസ്വാൻ അലി, നല്ല അടിപൊളി പേരാണ്. ധാരാ ഈ പേരിട്ടെ? ഉമ്മയാണ്. ഉമ്മയാണല്ലേ. മോന് ഏത് ദ്വീപിൽ നിന്നാണ് വരുന്നത്? കവരത്തി ദ്വീപിൽ നിന്നാ. മോൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? ഉമ്മ ഉണ്ട്, ഉപ്പുണ്ട്, ഉപ്പുണ്ട്, ഉമ്മമ്മ ഉണ്ട്, പിന്നെ ഉമ്മയുടെ അനിയത്തിമാരുണ്ട്, പിന്നെ പ്രിയപ്പെട്ട തൂത്തും കൊച്ചാപ്പയും ഉണ്ട്. തൂത്തു എന്ന് പറഞ്ഞാൽ ആരാ? ഇളയമയാ. ഇളാമയാണല്ലേ. പിന്നെ കൊച്ചാപ്പ ഉണ്ട്. പ്രിയപ്പെട്ട ചേട്ടനുണ്ട്. ചേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ല. അമ്മേനി ഫുട്ബോൾ അക്കാഡമിയാണ്. മൂത്തോൻ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലാണ്. അപ്പൊ ആദുവിന്റെ വീട്ടുകാരെ നമുക്ക് പരിചയപ്പെടുത്തിയപ്പോൾ വീട്ടിലിപ്പോ ഇത്രയും പേരുണ്ടല്ലേ? അതെ. ആദുമോൻ ഇപ്പോൾ ഒരു യൂട്യൂബൊക്കെ ഉള്ള ആളാണല്ലേ? യൂട്യൂബിൽ എങ്ങനെയാ പരിപാടികളൊക്കെ എടുക്കാൻ സഹായിക്കുന്നത് കൂടുതലും? ഉമ്മയാണ്. ഉമ്മയാണോ? യൂട്യൂബിൽ എങ്ങനെയാ പറയുന്നത് പോലെ ഒന്ന് പറഞ്ഞു തരുമോ എന്തെങ്കിലും ഇപ്പൊ കാര്യം? ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ആകാശവാണിയിലാണുള്ളത്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കേൾക്കാം. അപ്പൊ ഇങ്ങനെയാണല്ലേ യൂട്യൂബിൽ സംസാരിക്കുന്നത്? അസ്വാൻ മോൻ ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്സിലാണ്. ഏത് സ്കൂളിലാണ്? PMC കേന്ദ്ര വിദ്യാലയം കവരത്തി. ഓക്കെ. വീട്ടിലെന്ത് പറഞ്ഞിട്ടാ വിളിക്കുന്നേ മോനെ? ആദു എന്ന് പറഞ്ഞിട്ടാണോ? ഇത്താത്തയും ആദു എന്ന് പറഞ്ഞിട്ട് വിളിക്കട്ടെ. പിന്നെ ഇന്ന് ഇമ്മിണിബല ലോകത്തിൽ എന്ത് പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്? കഥ പറയാനും പാട്ട് പാടാനും വന്നിരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ആദുമോന്റെ ഒരു പാട്ട് കേട്ടിട്ട് വിശേഷങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാം. മുത്തു നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ. മുത്തു ജനിച്ചുള്ള നാടേതാ? ഗൗബയതുള്ള മക്കത്ത. മുത്തു വഫാത്തായ ഭൂമി മദീന, മണ്ണിൽ ചേരുള്ള സ്വർഗത്തൂപ്പ. ഹക്ക് പഠിപ്പിച്ച റബ്ബ് അയച്ചുള്ള അമ്പി മൂസമിൽ ഫാത്തിമര. ആമിന ബീവി പൊന്നുമ്മ, ബീവി ഹലീമ പോച്ചുമ്മ. ആരംഭ പൈത പിറക്കും മുന്നേ പിരിഞ്ഞു പൊന്നുപ്പാത്തുള്ള. ആദത്തെ അവൾ പിറന്നു ഫാത്തിമ. അടിപൊളി പാട്ടായിരുന്നു. താങ്ക് യു. പിന്നെ ആദുമോന്റെ വീട്ടുകാരെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഉമ്മയുടെ പേരെന്താ? റിസ്വാന ബീഗം. പിന്നെ ഉപ്പയുടെ പേര്? സൈദലി. ഉമ്മ എന്താ ചെയ്യുന്നത്? ഉമ്മക്കൊന്നും ജോലിയില്ല. ഓക്കെ. ഉപ്പക്ക് എന്താ ജോലി? കമ്പനിയിൽ ജോലി ചെയ്യുന്നു പപ്പ. അപ്പൊ ഉപ്പ എവിടെയാ ഉള്ളത്? ഇവിടെ തന്നെയാണോ അല്ല വേറെ ദ്വീപിലാണോ? വേറെ ദ്വീപില. ഏത് ദ്വീപിലാണ്? അഗത്തില. അഗത്തിയിലാണോ? അതെ. അപ്പൊ ഉപ്പയെ മിസ് ചെയ്യുന്നുണ്ടോ? അതെ. ഉപ്പ അപ്പൊ എത്ര മാസം കൂടുമ്പോഴാ വരാറ് മോനെ കാണാൻ? ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല? ഇല്ല. പോയതെപ്പോഴാണ് ഉപ്പ? 1 വർഷമായി പോയി. 1 വർഷമായാലേ പോയിട്ട്? അപ്പൊ അതും ഇപ്പൊ എപ്പോഴാ ഉപ്പയെ ഇനി കാണാൻ പറ്റുന്നത്? സെപ്റ്റംബറിലാണല്ലേ? അപ്പൊ ഉപ്പയെ കാണുമ്പോൾ കറങ്ങാനൊക്കെ പോവോ നിങ്ങള്? എങ്ങോട്ടാ പോകാറ്? ബാപ്പ ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? കാശ്മീരിലാണല്ലേ? അപ്പൊ കാശ്മീരിൽ പോയി അടിച്ച് പൊളിച്ചിട്ട് വരിക കേട്ടോ. അതെ. ഇനി കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞാലോ? കൂട്ടുകാരെ, ആദുമോന്റെ ഒരു കഥ കേൾക്കാം നമുക്ക്. പണ്ടൊരു നാട്ടിൽ ഉമ്മയെ സ്നേഹിച്ച മകനുണ്ടായിരുന്നു. ഉമ്മ മകനോട് പറഞ്ഞു, വെള്ളം കോരിക്കൊണ്ട് വരാം. മകനത് കേട്ട് വെള്ളം കോരിക്കൊണ്ട് വന്നു. നോക്കുമ്പോൾ ഉമ്മ ഉറങ്ങിപ്പോയി. മകൻ നേരം വൈകി. ഉമ്മ എണീറ്റ് നോക്കിയപ്പോൾ മകൻ വെള്ളമായി നിന്നു. ഉമ്മ മകനോട് പറഞ്ഞു, മകനെ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? അപ്പോൾ മകൻ പറഞ്ഞു, ഇല്ല ഉമ്മ, ഞാൻ ഇതുവരെ ഉറങ്ങിയില്ല. ഉമ്മ അള്ളാഹുവിനോട് ധരിച്ചു, അള്ളാഹുവേ, എന്നെ ഓമന മകനെ നന്നാക്കി തരണേ. നമ്മക്കും ഐക്കുട്ടിയെ പോലെ ആകണം. ഞാനും എൻ്റെ ഉമ്മയെ സ്നേഹിക്കും. നിങ്ങളും നിങ്ങളെ ഉമ്മയെ സ്നേഹിക്കണം. താങ്ക് യു. മാഷാ അല്ലാ, നല്ല അടിപൊളി കഥയായിരുന്നു. നല്ലൊരു ഗുണപാഠമാണ് പറഞ്ഞു തന്നത് ഇവിടെ അല്ലേ? ഉമ്മയെ സ്നേഹിക്കുന്ന ഒരു മകനല്ലേ? അതെ. ഇതാരാ ഈ കഥ പഠിപ്പിച്ചു തന്നത്? ഉമ്മയാണ്. കൂടുതലായിട്ട് ആരാ കഥയും പാട്ടും ഒക്കെ പഠിപ്പിച്ചു തരാറ്? ഉമ്മയാണ്. ഉമ്മയാണല്ലേ? പിന്നെ വീട്ടിൽ കുറെ പേരുണ്ടെന്ന് പറഞ്ഞില്ലേ? ഉമ്മയുടെ അനിയത്തിയൊക്കെ, അവരുടെയൊക്കെ പേരറിയോ മോന്? പേരെന്താ? ഇളാമ്മയുടെ പേരാണ് റൈസ വാനു, ഉസ്ന സോഫി,
എനിക്കൊരു മാവനേ ഉള്ളൂ. മാവന്റെ പേര് യാസർ അറാഫത്ത്. മാമൻ കറങ്ങാനൊക്കെ കൊണ്ടുപോകാറുണ്ടോ? ആ, കൊണ്ടുപോകുന്നുണ്ട്. എങ്ങോട്ടാ പോകാറ് മാമനോടൊപ്പം കൂടുതലും? പാർക്കിലൊക്കെ പോകും. പിന്നെ മിഠായിയൊക്കെ വാങ്ങി തരാറുണ്ടോ മാമൻ? ആ, പിന്നെ എങ്ങോട്ടാ പോകാറ് കൂടുതലും? ബീച്ചിലൊക്കെ പോകുന്നുണ്ട്. വീട് എവിടെയാ? ബീച്ചിൻ്റെ അടുത്താണോ? അതെ. കടലൊക്കെ കുളിക്കാറുണ്ടോ? ആ, കുളിക്കാറുണ്ട്. സൺഡേ മാത്രം കുളിക്കാറുണ്ടല്ലേ? ആ. പിന്നെ ആരൊക്കെയുണ്ട് വീട്ടില്? വലിയപ്പ ഉണ്ട്. വലിയപ്പൻ്റെ പേര് യാക്കൂബ്. എനിക്ക് ഉമ്മച്ചുണ്ട്. ഉമ്മച്ചൻ്റെ പേര് കൈശോമാവി. കൊച്ചാപ്പയാണുള്ളത്. കൊച്ചാപ്പൻ്റെ പേര് മുസ്താഖാണ്. അത്ര പേരുള്ളൂ വീട്ടില്. ഓക്കെ, അപ്പൊ ഇത്രയും പേരുണ്ടല്ലേ വീട്ടില്? അതെ. അതുവിൻ്റെ ഹോബീസൊക്കെ എന്തൊക്കെയാണ്? ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്താ ചെയ്യാറ്? ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ വീട്ടിൽ ചെയ്യാൻ? ഉമ്മയെ സഹായിക്കണം. എന്ത് കാര്യങ്ങളൊക്കെ സഹായിക്കാറ്? പച്ചക്കറിയൊക്കെ അരിയും. പച്ചക്കറികളൊക്കെ അരിഞ്ഞു കൊടുക്കും അല്ലേ? അതെ. നല്ല മിടുക്കനാണ്. പിന്നെ എന്ത് കാര്യങ്ങളാ സഹായിക്കാറ്? ഡ്രസ്സ് അലക്കി തന്നത് പരത്താറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലേ? അതെ. മിടുക്കനാണല്ലേ അപ്പോൾ? അതെ. പിന്നെന്താ കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്ലോഗാണ്. ബ്ലോഗ് ചെയ്യാനാണോ കൂടുതൽ ഇഷ്ടം? ആ. ഏത് തരം ബ്ലോഗാണ് ചെയ്യാറ്? ഈ അടുത്ത് ലഹരിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലഹരി വിരുദ്ധത്തെ കുറിച്ചാണോ ചെയ്തത്? അതെ. അതെന്തായിരുന്നു? ഞാൻ ഉമ്മയുടെ ഒരു ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ലഹരിയെ കുറിച്ചാണ് ആ ക്ലാസ്. അതിന്റെ ശേഷം ഞാൻ വന്ന് ഐ വ്ലോഗ് ചെയ്തു. ഒരുപാട് കമാൻഡ് കിട്ടിയിട്ടുണ്ട്. അതുമൂന്ന് എത്ര സബ്സ്ക്രൈബർ ഉണ്ട്? 4000ഓളം. 4000ഓളം സബ്സ്ക്രൈബർ ഉണ്ടോ? അതെ. ഇപ്പൊ എത്ര വയസ്സായി? 6 വയസ്സായല്ലേ? അതെ. അപ്പൊ എപ്പോഴാ തുടങ്ങിയത് യൂട്യൂബ് ചെയ്യാൻ? 4 വയസ്സുള്ളപ്പോ. 4 വയസ്സുള്ളപ്പോഴല്ലേ? 4 വയസ്സെന്ന് പറയുമ്പോൾ നേഴ്സറി പഠിക്കുന്ന സമയത്താണോ? അതെ. ആണല്ലേ? അപ്പൊ വെരി ഗുഡ്. താങ്ക് യു. കൂട്ടുകാർക്ക് വേണ്ടി ഇനിയൊരു പാട്ട് പാടിയാലോ? അതെ. അമ്പിളി ചേരുള്ള അമ്പർ മണമുള്ള അമ്പത്തരുണിയ പൂമുത്ത് ഹാജറ തൂതരി ബിറാഹി ആദരപ്പൂവുണ്ട് ആയകേറും തങ്കപ്പൂ പൂനാരി ഹാജറ സംസമിന്റെ ചരിത്രത്തിൽ ഉണ്ട് ഹാജറ സഫ മർവ കഥയിൽ ഉണ്ട് ഹാജറ അമ്പിളി ചേരുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയ പൂമുത്ത് ഹാജറ ദൂതരി ബിറാഹി ആദരപ്പൂവുണ്ട് ആയകേറും തങ്കപ്പൂ പൂനാരി ഹാജറ. അടിപൊളിയായിരുന്നു പാട്ട്. താങ്ക് യു. ഇനി ആദ്യമോനിന്റെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പോൾ 1ാം ക്ലാസ് ആണെന്നല്ലേ പറഞ്ഞത്? അതെ അതെ. അവിടെ സ്കൂളിലൊക്കെ എങ്ങനെയുണ്ട് KV ഒക്കെ? അടിപൊളിയാണ്. ടീച്ചേഴ്സിന്റെ പേരൊക്കെ അറിയോ? അതെ. ഏതൊക്കെ സബ്ജക്റ്റാണ് എടുക്കുന്നത്? മാത്സ് ടീച്ചറിന്റെ പേര് ഷഹിമ മാമാണ്. പിന്നെ ഇംഗ്ലീഷ് ടീച്ചറിന്റെ പേര് നജീമ മാമാണ്. പിന്നെ എനിക്ക് ഹിന്ദി എടുക്കുന്ന ഒരു സാറുണ്ട്, ആഷി സാറാണ്. ഓക്കെ, അപ്പൊ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാ മോന്റെ? പഠിക്കാനാ. 1ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ടല്ലോ, അതിലിപ്പോൾ മാത്സ് ആണോ ഇഷ്ടം, ഇംഗ്ലീഷ് ആണോ ഇഷ്ടം? ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ആണോ കൂടുതൽ ഇഷ്ടം? ഇംഗ്ലീഷും ഹിന്ദിയുമാണ്. ഇംഗ്ലീഷും ഹിന്ദിയുമാണല്ലേ ഏറ്റവും ഇഷ്ടം? പിന്നെ ഏറ്റവും അവിടുത്തെ ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് ആരാ? നജീമ മാമും ഷഹിമ മാമും ആഷി സാറും. നിങ്ങളിപ്പോൾ അവിടെ എങ്ങനെയാണ്, രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്നതാണോ? അതെ. അപ്പോൾ ടിഫിനൊക്കെ കൊണ്ടുപോകാറുണ്ടല്ലേ? അതെ അതെ. കൂടുതലും എന്താ ടിഫിനുള്ളിൽ കൊണ്ടുപോകുന്നത്? ചോറും ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുപോകുന്നുണ്ട്. എന്താ കൂടുതൽ കഴിക്കാൻ ഇഷ്ടം? പുട്ടാണ്. പുട്ടാണോ കൂടുതൽ ഇഷ്ടം? അതെ. പുട്ടും എന്താണ് കൂടുതൽ ഇഷ്ടം? കടലക്കറിയും. പുട്ടും കടലക്കറിയുമാണല്ലേ കൂടുതൽ ഇഷ്ടം കഴിക്കാൻ? അതെ. ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കണം കേട്ടോ. അതെ അതെ. ധാരാളം വെള്ളവും കുടിക്കണം. കുടിക്കുന്നുണ്ട്. കൂട്ടുകാർക്ക് വേണ്ടി ഇനിയൊരു പാട്ട് പാടിയാലോ? തത്തി തത്തി താളത്തിൽ തുള്ളും തത്തമ്മേ തത്തം നോക്കി ചഞ്ചത്തിൽ പാറും തത്തമ്മേ എന്റെ പേരെന്താ പറഞ്ഞില്ലല്ലോ, എന്റെ നാടേതാ അറിഞ്ഞില്ലല്ലോ, പാറി പാറി പോകാതെ ദൂരെ ദൂരെ മാറാതെ പേരെന്താ നാടേതാ ചൊല്ലു തത്തമ്മേ, പേരെന്താ നാടേതാ ചൊല്ലു തത്തമ്മേ. പോരു പോരു പാല് തരാം ഉത്തരി ചോറ് ഞാൻ
ഊണ് തരാം, പട്ടുടുമ്പാൻ ചുറ്റിയിടാം, പാട്ടുപാട് ഉറക്കാൻ നിന്റെ പോരു തത്തമ്മേ, പാട്ടുപാടി ഉറക്കാൻ നിന്റെ പോരു തത്തമ്മേ. താങ്ക് യു. അടിപൊളി പാട്ടായിരുന്നു. ആദ്യമോ നേരത്തെ എവിടെയായിരുന്നു പഠിച്ചത്? നേഴ്സറി സ്കൂൾ. അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറുണ്ട്, താഹ്റ ടീച്ചറും നൗസിറ ടീച്ചറും കുഞ്ഞി ടീച്ചറും. അവരെല്ലാം ഏറ്റവും പ്രിയപ്പെട്ടതാ. ഓക്കെ, അപ്പൊ ആദ്യമോ നേരത്തെ പഠിച്ചിരുന്നത് നേഴ്സറിയിലാണല്ലേ? അതെ അതെ. ആദ്യന്റെ ഉപ്പടി വീട്ടുകാരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇല്ല. ഉപ്പടി വീട്ടിൽ ആരൊക്കെയുണ്ട്? ബലിയപ്പ ഉണ്ട്, ബലിയമ്മ ഉണ്ട്, ഇത്താത്ത ഉണ്ട്, ആമയുണ്ട്, സൗസുണ്ട്, മൂത്താപ്പ ഉണ്ട്, അമ്പലുണ്ട്, കൊച്ചാപ്പ ഉണ്ട്, ജുംസ ഉണ്ട്. ഇത്തിരി ആൾക്കാരിലാണുള്ളത്. അപ്പൊ കുറേ പേരുണ്ടല്ലേ ഉപ്പയുടെ വീട്ടില്? അതെ. പേരറിയോ വലിയപ്പയുടെ പേരൊക്കെ? കിടാവ്. വലിയമ്മയുടെ പേര്? റാലത്ത്. പിന്നെ ആരൊക്കെയുണ്ട്? ഇത്താത്തണ്ട്. ഇത്താത്തയുടെ പേരെന്താ? ജസീന. ഇപ്പൊ ഇവിടെ ഇല്ല. അവരെവിടെയാ പോയിപ്പോൾ? ആക്കത്തിയിൽ. അകത്തിയിലാണോ? എന്തിനാ പോയത് അവര്? അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെയാണല്ലേ ജോലിയൊക്കെ ചെയ്യുന്നത്? അതെ. ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം? ബിക്കം എ പൈലറ്റ്. പൈലറ്റ് ആകാനാണല്ലേ? അതെ. മാഷാല്ലാ, അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. ആമീൻ. പിന്നെ അത് മദ്രസയിലൊക്കെ പഠിക്കാറുണ്ടോ? അതെ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഒന്നില്ല. ഏത് മദ്രസയിലാ പഠിക്കുന്നേ? തുർക്കത്ത് ഇസ്ലാം മദ്രസ. ഉസ്താദന്മാരുടെ പേരെന്താ? ഞാൻ പഠിക്കുന്ന ക്ലാസ് ഉസ്താദാണ് ഹുസൈൻ ഉസ്താദ്, ഓത്തുപിരിന്ന് ഹാഷിം ഉസ്താദ്. ആദമൂനെ പോലെ വേറൊരു കുട്ടിക്ക് ഇങ്ങനെ യൂട്യൂബ് തുടങ്ങണമെങ്കിൽ അപ്പോൾ ആദമൂൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കാറ്? ഭയം കൂടാതെ നമുക്കൊരു വേദി എങ്ങനെ ഫേസ് ചെയ്യാൻ അത് നമുക്ക് യൂട്യൂബിലൂടെ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഭയം കൂടാതെ അപ്പോൾ ആളുകളെ നേരിടാനുള്ളൊരു കരുത്തുണ്ടാവും അല്ലേ? അതെ. അപ്പൊ സ്റ്റേജിലൊക്കെ പോയി നല്ലോണം പാട്ടൊക്കെ പാടണം കേട്ടോ സ്കൂളില്. പിന്നെ ആദുവിന്റെ കൂട്ടുകാരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. കൂട്ടുകാരൊക്കെയാണ്? ഐഷുണ്ട്, പാത്തുണ്ട്, റസാനുണ്ട്, റയാനുണ്ട്. പിന്നെ സ്കൂളില് ഫ്രണ്ട്സ് ഉണ്ട്, ആനിഫാത്തം, ഹിമാൻഷു ഹിന്ദിയാണ് സംസാരിക്കാറ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലേ? അതെ. നിങ്ങൾ വൈകുന്നേരങ്ങളിൽ കളിക്കാനൊക്കെ പോകാറുണ്ടോ കൂട്ടുകാരോടൊപ്പം? അതെ. എന്ത് കളിയാ കൂടുതലും കളിക്കാറ്? ഫുട്ബോൾ, ഡോഡ്ജ് ബോൾ. എവിടെയാ കളിക്കാറ്? വീടിന്റെ അടുത്താണോ അല്ല ടറഫിൽ പോയി കളിക്കുവോ? ബീച്ചിൽ പോയി കളിക്കും അല്ലേ? അതെ. വീടിന്റെ അടുത്താണല്ലേ ബീച്ച്? അതെ. പിന്നെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്തനുഭവമാണ്? എനിക്ക് ബ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ട് ആന്ത്രോദ്വീപിലെ ഉള്ള ഒരു മൂത്തവൻ എനിക്ക് ഗിഫ്റ്റ് അയച്ചു തന്നു. ഗിഫ്റ്റ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടല്ലേ? അതെ. എന്ത് ഗിഫ്റ്റ് അയച്ചു തന്നത്? സ്റ്റിക്ക്, സെൽഫി സ്റ്റിക്ക്. ഓക്കെ, അപ്പം നല്ല നല്ല ഗിഫ്റ്റുകളും ഇനിയും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ട് അയച്ചു തരട്ടെ. താങ്ക് യു. അവസാനമായിട്ട് ഇനി ഒരു പാട്ട് പാടാം. അതെ. हम बच्चे में छोटे छोटे काम हमारे बड़े बड़े के पहाड़ ने नदियाँ पर्वत केक रड़े हम कड़े कड़े केक रड़े हम कड़े कड़े हम बच्चे में छोटे छोटे काम हमारे बड़े बड़े. താങ്ക് യു. അസ്വാമുവിൻ്റെ പാട്ടും കഥയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി സ്കൂളിൽ പോയാൽ പറഞ്ഞു കൊടുക്കുമോ ഫ്രണ്ട്സിനൊക്കെ? പറഞ്ഞു കൊടുക്കും. ഇമ്മിണിബെല്ല ലോകത്തിൽ പങ്കെടുത്തെന്ന്? അതെ, അത് ഞാൻ പറഞ്ഞു കൊടുക്കും. എൻ്റെ കൂട്ടുകാർക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇമ്മിണിബെല്ല ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്താൽ ഒരുപാട് നന്ദി. താങ്ക് യു. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചേണ്ടിപ്പുര.